ചങ്ങനാശ്ശേരിക്കാരുടെ ചന്ദനക്കുടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ബാ എൻ്റെ കൂടെ പോരെ, ഞാൻ ചന്ദനക്കുടം കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു സംശയം കാണും അല്ലേ, ചങ്ങനാശ്ശേരിക്കാരിയാണോ ആലപ്പുഴക്കാരാണ്? ശരിക്കും ഞാൻ ചങ്ങനാശ്ശേരിക്കാരിയാണ് കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഞങ്ങളുടെ ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ അവിടുത്തെ റോഡിലെ തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വണ്ടി കെയർ ഇല്ല എന്നറിഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെയോ പെട്രോൾ പമ്പ് വരെ ഓടിച്ചെത്തി. അങ്ങനെ എയറൊക്കെ അടിച്ചു. അപ്പോൾ അയിമ നല്ല ഉറക്കമായിരുന്നേ. പുള്ളിക്കാരെ എണ്ണീറ്റപ്പം വണ്ടിക്കകത്ത് ആരെയും കാണുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ എയറൊക്കെ അടിച്ചിട്ട് നേരെ പോവുകയാണേ. ഈ ഒരു പോക്ക് കണ്ടിട്ട് ഏതാണ്ട് രാത്രിയാവും തോന്നുന്നു അവിടെ എത്താൻ, കാരണം അത്ര ബ്ലോക്കായിരുന്നു കേട്ടോ റോഡിലൊക്കെ. സന്ധ്യ സമയത്ത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു മഞ്ഞ കളറിലെ അന്തരീക്ഷമൊക്കെ ആയിട്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളവിടെ എത്തിയപ്പോൾ 8 മണിയായിട്ടോ. അങ്ങനെ അടുത്ത ട്രാഫിക് ബ്ലോക്കാണ്. അങ്ങനെ ഞാൻ നേരെ കടയിലോട്ടാണ് കേട്ടോ പോയത്. ഉമ്മച്ചിയും വാപ്പിയും എല്ലാം കടയിലായിരുന്നു. അപ്പോൾ നേരെ കടയിലോട്ട് വന്നു. പുറത്തുനിന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ അകത്തോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ അവർ 3 പേരും കൂടി ഇരുന്ന് ജ്യൂസ് കൂടിയും സ്നാക്സ് കഴിയും ഒക്കെ ഒരു ബഹളം കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ചിരി. ഞാൻ ചെല്ലുമെന്നുള്ള വിവരം ഉമ്മച്ചിക്ക് മാത്രമേ അറിയുള്ളായിരുന്നു കേട്ടോ, വാപ്പി അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കളിയാക്കലും ചിരിയൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി ജ്യൂസ്. ഇവിടെ കഴിക്കാൻ നല്ല ഉഴുന്നുവടയും സമൂസായും ഏത്തക്കാപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചതിന് ശേഷം ഉമ്മച്ചിയെ പയ്യെ അവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങ് കൊണ്ടുപോവാണേ. നമ്മുടെ ആലപ്പുഴയിലെ വീട്ടിലെ ക്ലോക്ക് കേടായിരിക്കുകയായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ ഞാൻ വാപ്പിയോട് ഒരു ക്ലോക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം പൊടി തട്ടിയൊക്കെ എടുത്ത് വൃത്തിയാക്കിയൊക്കെ തന്നു വിടുവാണേ. അങ്ങനെ ഞങ്ങൾ ഉമ്മച്ചിയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കട വരുന്നത് തെങ്ങണായിലാണ് കേട്ടോ. അവിടുന്ന് നേരെ പോകുന്നത് അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഈ വീട് കണ്ടു ഇപ്പോൾ പരിചയമായി കാണുമല്ലോ അല്ലേ. അവിടെ ചെന്നപ്പോൾ നല്ല പപ്സും ചായയും ഒക്കെ കുടിച്ചു. അങ്ങനെ ഇവളുമാർ വീണ്ടും ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് വീടിൻ്റെ വാതിക്ക് എത്തിയപ്പോൾ ആ ചന്ദനക്കുടം ഞങ്ങളുടെ റോഡിൽ കൂടെ തന്നെ പോവുകയാണ്. പിന്നെ അവിടെ തന്നെ വണ്ടി ഇറങ്ങി അവിടെ നിൽക്കുവാണ്. യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ഇവിടെ അയിമായ അയാനെയൊക്കെ നോട്ട വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർ അതിലൊന്നും വീഴത്തില്ല. ഇതിലും വലിയ സാധനങ്ങളിലേ വീഴത്തുള്ളൂ കേട്ടോ. ആന എത്തുന്നതിന് മുന്നേ പള്ളിയിലെത്താൻ വേണ്ടി ഞങ്ങൾ ഇട റോഡൊക്കെ കയറി ഞങ്ങൾ നേരെ അങ്ങ് പോവാണ് കേട്ടോ. ഇവർ രണ്ടും ഒരേ വൈബാണ്, അതുകൊണ്ട് ഇവർ ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആനയെ പറ്റിച്ചുകൊണ്ട് നേരത്തെ എത്തി കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ചെണ്ടമേളം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും കേട്ടോ ഈ ചന്ദനക്കുടം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ കയറി നിന്നാണ് കേട്ടോ കാണുന്നത്. താഴെ നിന്നാൽ നമ്മൾ തള്ളിക്കൊണ്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. അങ്ങനെ ആന എത്തിയിട്ടുണ്ട്. 5 ആനകളും ഇപ്പൊ അവിടെ നിരന്ന് നിൽക്കും കേട്ടോ. നല്ല രസം അത് കാണാൻ വേണ്ടി. ചന്ദനക്കുടം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു ഭയങ്കര ആവേശമാണ് കേട്ടോ. ആൾക്കാരും ജനങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്നിറങ്ങിയപ്പോഴത്തേക്കിനും വേറൊരു കൂട്ടരുടെ അടുത്ത പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സംഭവമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് നല്ല നെയ്ച്ചോറും പരിപ്പും ഒക്കെ കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. ഇനി താമസിച്ചാൽ പറ്റത്തില്ല, ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.